ഈ നെയ്ച്ചോറും ബിരിയാണിയും പുലാവും ഫ്രൈഡ് റൈസും ഒക്കെ ഒന്നാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒന്നും ഇല്ലാതിരുന്നൊരു സമയത്ത്. അന്ന് പുലാവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞ് അമ്മ പറ്റിക്കാറുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് എങ്ങനെയോ ഫ്രൈഡ് റൈസ് എന്നായി. ചോറിനേക്കാളും കൂടുതൽ വെജീസൊക്കെ വാരിയിട്ട് അതൊരുമാതിരി ഒരു പച്ചക്കറി വണ്ടി മറിഞ്ഞ പോലെ ഉണ്ടാവും കാണാൻ. ഈ മട്ടയരിയുടെ ചോറ് കഴിച്ച് കഴിച്ച് ഈ നേർത്ത മെലിഞ്ഞ അരി കാണുമ്പോൾ അത് കാണാനൊരു കൗതുകവും കഴിക്കാനൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനിടയ്ക്ക് കിടക്കുന്ന വെജീസ് ഒരു സൈഡിലോട്ട് പെറുക്കി കൂട്ടുന്ന ചടങ്ങ് ഇതിനിടയ്ക്കൂടെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴും ഈ മെലിഞ്ഞ അരി കാണുമ്പോഴൊക്കെ ഞാൻ ആദ്യം അത് എടുത്ത് മണത്ത് നോക്കിയ കാര്യമൊക്കെ ഓർക്കും. ഒരു കൊതി പറഞ്ഞപ്പോൾ മനസ്സും വയറും നിറച്ച് നിന്ന എൻ്റെ അമ്മയുടെ കൈകളെപ്പറ്റി ഓർക്കും. അതങ്ങനെയാണല്ലേ, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് വിശ്വസിപ്പിക്കുമ്പോൾ നമ്മളത് വിശ്വസിച്ച് പോകും. അങ്ങനെ ഞാനും കുറേ കാലം ഇതിങ്ങനെ വിശ്വസിച്ചിട്ടിരുന്നു. പക്ഷേ ഈ തട്ടും പാർത്തിരിക്കുന്ന മെമ്മറീസ് ഉണ്ടല്ലോ, അതെവിടെയും പോവില്ല. സോ മെമ്മറീസ് ആർ ഡോണ്ട് ഫെയ്ഡ്, ദേ ക്വയറ്റ്ലി വെയിറ്റ് ഫോർ ദ റൈറ്റ് മൊമെൻറ്റ് ടു റിട്ടേൺ. അങ്ങനെ അമ്മയ്ക്ക് ആകെ അറിയാവുന്ന പിലാവ് റൈസ് ഞങ്ങളുടെ ആദ്യത്തെ ബിരിയാണിയായിരുന്നു. കുറേ കാലം അത് ബിരിയാണിയാണെന്ന് വിശ്വസിച്ചു. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാനായിരിക്കും ഇഷ്ടം.